തലേദിവസം രാത്രി ഉമ്മ ഫുഡൊക്കെ കഴിച്ച് സാധാരണ പോലെ ഉറങ്ങിയ ഉമ്മാക്ക് സ്ട്രോക്ക് വന്നതാണ്. പിന്നെ രാവിലെ എണീക്കൊന്നുമില്ല, സംസാരിക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ നിന്നാണ് പറഞ്ഞത് സ്ട്രോക്ക് വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ബേബിയിലേക്ക് കൊണ്ടുപോയി, കോഴിക്കോട് ബേബി കൊണ്ടുപോയി. അവിടുന്ന് 4 ദിവസം ICUവിൽ കിടന്നു. പിന്നെ ഫുഡൊക്കെ മൂക്കിലൂടെ ആയിരുന്നു കൊടുത്തിരുന്നത്, ട്യൂബിട്ടിട്ട് യൂറിനൊക്കെ അങ്ങനെ ട്യൂബിട്ടിട്ടായിരുന്നു. അങ്ങനെ അവിടെ 10 ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം മൂക്കിലെ ട്യൂബൊക്കെ എടുത്ത് നമ്മൾ വായിലൂടെ ഫുഡൊക്കെ കൊടുക്കാനായപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനൊരു മിഷൻ റീഹാബിനെ കുറിച്ച് നമ്മൾ കേട്ടത്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. കഴിഞ്ഞ 20-ാം തീയതിയാണ്, ജൂൺ 20-നാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഉമ്മ ഇവിടെ വരുമ്പോഴുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് പാരലൈസ്ഡ് ആയിരുന്നു. ഇടത് സൈഡ്, ഇടത് കാല്, ഇടത് കൈ, അതുപോലെ തീരെ സംസാരിക്കാനും പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷമാണ് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും മാറ്റങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഈ ഒരു മാസമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ആയത്. ഈ ഒരു 20-ാം തീയതി വന്നാൽ നമ്മളൊരു മാസം. അപ്പൊ അത്രയും മാറ്റങ്ങളും ഉമ്മാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആള് നടക്കാറായിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു സപ്പോർട്ട്, നമ്മളൊരു കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ പോലും ആരും പിടിക്കാണ്ട് സ്വയം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ മാറ്റങ്ങളാണ്. ഈ ഒരു കാലയളവിൽ ഇത്രയും നമ്മൾ വിചാരിച്ചിട്ടില്ല ഉമ്മ അങ്ങനെ ആവും. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമാണ്. നല്ല മാറ്റം. ഞങ്ങൾ കൊണ്ടോട്ടി. ഇവിടെ നമ്മൾ അന്വേഷിച്ചപ്പോ എല്ലാവർക്കും നല്ല ഫലം കണ്ടിട്ടുണ്ടെന്നും കൂടെ കേട്ടപ്പോ നമ്മള് ഇവിടെ ചൂസ് ചെയ്ത് പറഞ്ഞു.